വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഗൈസ്. അപ്പൊ ലോങ് ടൈം നമ്മൾ കുറെ നാൾക്ക് ശേഷം എറണാകുളത്തേക്ക് പോവാണ്. കുറെ നാളായി എനിക്ക് ഓർമ്മ പോലുമില്ല എന്നാ ലാസ്റ്റ് പോയത്. സത്യം നമ്മൾ പണ്ട് കൊണ്ടൊക്കെ ഞാനൊക്കെ എറണാകുളത്ത് ഒരു മാസത്തിൽ 2 മണിക്കും പോയിരുന്നു. കാരണം നമുക്ക് ഒരു ഇവന്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഈ മൂവിയുടെ പ്രൊമോഷൻ ഇവന്റ് കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, എല്ലാം വീട്ടിൽ വെച്ചുള്ള പരിപാടികളാണ്. അപ്പം ഇപ്പൊ അങ്ങനത്തെ പ്രോഗ്രാം ഒന്നുമില്ല, അതുകൊണ്ട് എറണാകുളം പോക്കേയില്ല. അപ്പൊ നമ്മളിന്ന് എന്തിനാണ് പോകുന്നത്? ഇന്ന് മൃദുലയുടെ മേക്ക് ഓവറാണ്. ടീഷർട്ടൊക്കെ കൊള്ളാല്ലേ? പുതിയ തകളോ? അങ്ങോട്ട് കൊള്ളാന്ന് ഇങ്ങോട്ട് കൊള്ളാന്ന് പറയുന്നത് കേട്ടോ. എത്ര പറഞ്ഞു കൊള്ളാതെ വീഡിയോ പറഞ്ഞില്ലേ? സൂപ്പറാ. എന്താണ് ഞാൻ ഒരു 80s വൈബ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് നാളെ ഇങ്ങനത്തെ റിട്രോ എന്നല്ലേ പറയുന്നത്, റിട്രോ ടൈപ്പ് ഷർട്ട് ഇട്ട് കൊള്ളാൻ കഴിച്ചു. ഇത് ഭയങ്കര മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ്. ഇങ്ങനെ തളയിക്കൊണ്ടിരിക്കാൻ തോന്നുന്നത്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് മൃദുലയുടെ മേക്ക് ഓവറാണ്. ഇന്ന് മൃദുലയുടെ ഹെയർ കട്ട് ചെയ്യുന്നു. മൃദുലയുടെ ഹെയർ ശരിയല്ല, കൊള്ളത്തില്ല എന്നിങ്ങനെ റെഗുലറായിട്ട് എന്നേ നമുക്ക് ഇങ്ങനെ കമന്റ് വരുന്നത്. ഒന്ന് സെറ്റ് ചെയ്യുന്നത്. ഡൈസൺ വാങ്ങിച്ചിട്ട് നമുക്കൊരു സന്തോഷമില്ലായിരുന്നു, കാരണം മുടി ചെയ്യാത്തതുകൊണ്ട്. നമ്മളെ പ്ലാൻ, സത്യം പറഞ്ഞ എന്റെ പ്ലാൻ അന്ന് ഡൈസൺ വാങ്ങിച്ചിട്ട് എവിടെ മുടിയും കൂടി കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് അതെല്ലാം പെട്ടെന്ന് ഡൈസൺ ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ മുടിയിൽ ഡൈസൺ ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ പോലും 1 മണിക്കൂറെങ്കിലും മിനിമം വേണം സെറ്റ് ചെയ്ത് വരാൻ. ഇന്ന് എന്തായാലും അതിനൊരു വിട നമ്മൾ ഇന്ന് എറണാകുളത്ത് പോയിട്ട് ചെയ്യാൻ വേണ്ടി പോവാ. അതെ, ഇപ്പൊ നല്ല ലെങ്ത് ഉണ്ട്, പക്ഷെ അടിയിൽ ഇങ്ങനെ കോല് പോലെ കിടക്കുക. അപ്പൊ ഇതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി ഒന്ന് സെറ്റ് ചെയ്ത് നാനോ പ്ലാസ്റ്റിക് ഒക്കെ ചെയ്ത്. നാനോ പ്ലാസ്റ്റിക്കോ? നാനോ പ്ലാസ്റ്റിക്ക കുറെ പേരൊക്കെ ഉണ്ട്, നമുക്കൊന്നും അറിയത്തില്ല. അതായത് നമുക്ക് അണ്ണാച്ചിയുടെ മുടി വെട്ടുമ്പോൾ അത് നമുക്ക് അറിയും. എനിക്കും മുടിയൊന്നും ഉണ്ടണം പറ്റിയ ഫേഷ്യൽ ഉണ്ട്. അപ്പൊ നീ വലിച്ചോ, നീ വീട്ടിൽ ഇരുന്നു. അപ്പൊ നമ്മൾ പോവാ. അപ്പം ഈ കോലം നിങ്ങൾ കണ്ടോ, ഈ കോലം വേറെ കോലം ആവുമായിരിക്കും. എന്തായാലും ഹെയർ കട്ട് ചെയ്യാൻ പോവാ അല്ലേ? ഹെയർ കട്ട് ചെയ്യും. ഹെയർ ഇത്രയാക്കോ? ഇല്ല ഷോർട്ടായിട്ട് ഇങ്ങനെ എങ്ങനെ കിടക്കുന്നത്? ഒരുപാട് ഞാൻ ഷോർട്ടാ പോലെ, കാരണം ഞാൻ ലോങ് ഹെയർ അഡിക്റ്റ് ആണ്. എനിക്ക് ഇഷ്ടമാണ് ലോങ് ഹെയർ. അഡിക്റ്റ് മീൻസ് എനിക്ക് ഇഷ്ടമാണ്, കാരണം ഞാൻ ഏത് പെൺപിള്ളേർ ലോങ് ഹെയർ ഉള്ള ഏത് പെൺപിള്ളേർ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഷോർട്ട് ആകത്തില്ല, കുറച്ച്. ഇപ്പൊ സമയം ഏതാണ്ട് 9:30. നമുക്ക് എറണാകുളത്ത് ഇനി 1 മണിക്ക് അവിടെ എത്തണമെന്നാണ് പറഞ്ഞത്. എന്നാലും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് രാത്രി എങ്കിലും പോകാൻ പറ്റും. അപ്പൊ എന്തായാലും നമ്മള് മിക്കവാറും അവിടെ തന്നെ ആയിരിക്കും സ്റ്റേ അല്ലേ? ഇങ്ങനെയൊക്കെ വന്ന് മേക്കാനുള്ളത് ഒരു 3-4 മണിക്കൂർ. അതാണ് ട്രീറ്റ്മെന്റ് ഇങ്ങനെ ലേറ്റ് ആയിട്ട് പോണ, കാരണം അമ്പൂട്ടനെ നമ്മള് മേക്കണമല്ലോ. പിന്നെ എന്തായാലും വേറെ നിവൃത്തിയില്ല, ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം മൃദുല ഒറ്റ കരി നിൽക്കുവോ തപസ് കുറച്ച് ദിവസം ചെയ്യാതെ ഞാൻ ഇനി വേറെ അങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് കൈയോടെ അങ്ങ് ചെയ്യാം. ലെറ്റ്സ് ഗോ ടു എറണാകുളം. നമ്മളെ വണ്ടി അങ്ങനെ 10,000 കിലോമീറ്റർ തികയ്ക്കാൻ വേണ്ടി പോകുന്നു. ആദ്യത്തെ വാമപ്പ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി പോവാ. 10,000. ഇന്ന് ഫുൾ ചാർജ് ഇല്ല കേട്ടോ. ഇന്ന് 81%, 392 കിലോമീറ്റർ ഓടാനുള്ള ഇതേ ഉള്ളൂ. ഫുള്ളില്ല, ഫുള്ള് കുത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് കുത്തിരേണ്ട ആവശ്യം ചിലപ്പോ ഇങ്ങോട്ട് മേബി വരുമ്പം വേണമായിരിക്കും. വേണ്ട, സുഖമായിട്ട് ഇല്ല, ഇങ്ങോട്ട് വരുമ്പോഴും കുത്തേണ്ട ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. അപ്പൊ എന്തായാലും നമ്മൾ ഇറങ്ങി. മൃദുല മാപ്പ് ഇടും. മൃദുല എല്ലാവരുടെയും മാത്രമല്ല, അവള് തന്നെ താനെ ബാക്കിലോട്ട് മാറി. ഫ്രണ്ട് സീറ്റ് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ ഇരുന്നവൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്തസ്സോടെ ബാക്കിലാണ് അമ്പൂട്ടനെ കൊണ്ടിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അമ്പൂട്ടനെ കുരുത്തക്കേടിച്ച് കൂടി അവൻ ഇതിനകത്തിട്ട് അടി തുടങ്ങി, പാട്ട് ഇടക്കാൻ തുടങ്ങി, അവിടെ ഇവിടെ പിടിച്ച് സ്വിച്ചിൽ ഞെക്കാൻ തുടങ്ങി. അങ്ങനത്തെ കുറച്ച് വെകിളിയായപ്പോൾ അവനെ നമ്മൾ ബാക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. മുഖം വലിച്ചിറങ്ങി വെച്ചേക്ക് നോക്കിയാണ്. ഇപ്പൊ നമ്മള് കാര്യം പറയണൊക്കെ ഇവന് അറിയാം, മനസ്സിലാവും. തിരിച്ച് വഴക്ക് പറയുമ്പം അതേ ആ എക്സ്പ്രഷന് തിരിച്ചടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ കേറുവാ. നിങ്ങൾ വിചാരിക്കും ഈ ചെറുക്കനൊന്നും മനസ്സിലാവുന്നില്ലെന്നില്ലെന്ന്. ഇവന് നമ്മളെ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ചില നേരമൊക്കെ എന്തെങ്കിലും പറഞ്ഞാ വലിച്ചിറക്കി വെച്ചോണ്ടിരിക്കും ഗായ്സ്. എന്താ പറഞ്ഞേ? ഡേയ് ഫ്രണ്ട് വരുന്ന അമ്പു, ഫ്രണ്ട് വരുന്നോ? യു കം ഫ്രണ്ട്. അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്. ഫുഡ് കഴിക്കണം, കാപ്പ് കുടിക്കണം. ഇറങ്ങിയ ഫുഡ് എന്നുള്ളൊരു തിറ്റേ ഉള്ളൂ. അല്ല കഴിക്കണം. എനിക്ക് വേണം, നീ കഴിക്കണ്ട. നീ കാറി വേണ്ടാത്തൊരാള്.
ഇപ്പൊ ഈ പാട്ടായാലും ട്രെൻഡ്. ഒരു പാടാണ് സുധിഹാസിന്റെ വോയിസിൽ ആ ഒരു നേടുണ്ടല്ലേ. രാവിലെ ഒരു ലോഡും വണ്ടി അവിടെ വന്നു സ്റ്റക്കായി കേട്ടോ. സാധനം കേറുന്നില്ല, പുറമോട്ട് പോവാ. ബാക്കില് വണ്ടി ഇങ്ങനെ പോണ്ട്. ബാക്കി കിടക്കുന്നവർക്കില്ലേ അത് ഇത്രയും ലോഡ് കൊണ്ടൊക്കെ ഈ തേരിന്ന് വലിച്ച് കേറി വരൂല ബാക്കിലോട്ട്. ഞാൻ ഇച്ചിരി ഓവറാണോ? നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? ഒരു വക കണ്ണടയും. എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ലൈക്ക്? ഇപ്പൊ ആരുടെ മേക്ക് ഓവർ ഇച്ചിരി ഓവർ ആവുന്നത് നല്ലതാ. നമുക്ക് ദോശ കഴിക്കാം. ഇപ്പൊ ഉണ്ടല്ലോ വയസ്സ് 3 നേരവും ദോശ കേട്ടോ. ഇന്നലെ രാവിലെ ദോശ, ഇന്നലെ രാത്രി ദോശ, ഇന്ന് രാവിലെ ദോശ. ഇപ്പൊ 3 നേരം ദോശ കിട്ടിയാലും ഹാപ്പിയാണ് ഞാൻ. ഇപ്പൊ ദോശ മൈൻഡാ അല്ലേ? ഒരു ഫുഡ് ഉണ്ടല്ലോ ചില നേരം അങ്ങനെ ആയിരിക്കും. ഒരാഴ്ച തോറും ഒന്ന് ദോശയായിരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച ബിരിയാണി ആയിരിക്കും. കേക്ക് എനിക്ക് ഇരിക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും. നമുക്ക് ഇഡലി വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാമല്ലോ. ഗോതമ്പ് മാവില് ഇളകി വരുമോ സംശയങ്ങൾ എന്തൊക്കെ ഓർഡർ പറയാൻ എന്ത് വേണോന്ന് വായിച്ചു നോക്കിട്ട് പറ. വേഗം പറ. ഒരു പ്ലെയിൻ ദോശ. എനിക്ക് പ്ലെയിൻ ദോശ. മസാല ദോശ പൂരിയോ? ഒരു പൂരി, 2 ചായ. ഹോട്ടൽ വെയിറ്ററിന് ആവശ്യമുണ്ടോ? 2 കയ്യിൽ ടിഷ്യൂ ആയിട്ട് നിൽക്കുക. എന്ത് കിടിലും തുടപ്പാടി തുടങ്ങുന്നേ. എന്ത് അടിപൊളി തുടപ്പാണ് എന്റെ കൊച്ചു തുടക്കുന്നേ. ചിലപ്പോ ആലോചിച്ച് മുഖവും തുടച്ചിട്ടൊക്കെ വരും. അതൊക്കെ സഹിച്ചോടാം. എന്ത് മുമ്പ് നല്ല അടിപൊളിയാണല്ലോ നീ. നിന്നെ ഇങ്ങനെ തുടച്ചത് വെയിറ്റർ ആക്കും കേട്ടോ അവര് ഇവിടുത്തെ. കുഞ്ഞ് തൂക്കും, ചൂലെടുത്ത് തൂക്കും. അതെങ്ങനെ അമ്മച്ചി മടി വെച്ചോണ്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അതെല്ലാം കണ്ടുപഠിക്കും. ചെയ്യുന്ന കണ്ടിട്ടാണ് കുഞ്ഞ് പഠിക്കുന്നത്. അല്ലാതെ ഒരു പൂരി തരുവോ? എന്റെ മസാല ദോശ തൊട്ട് വരുത്. എടി ഞാൻ മസാല ദോശ പറയണ്ട, ദോശ വാങ്ങിച്ച് ഇത് അടി വെച്ചാൽ മതിയായിരുന്നില്ലേ. എനിക്കൊരു ഡയലോഗ് കേട്ടോ ഓർമ്മ വരുന്നേ. യുവർ മണി ഈസ് മൈ മണി, മൈ മണി ഈസ് മൈ മണി. കേട്ടോ? കണ്ട കൈസ്, എനിക്കാണ് വട കിട്ടിയത്. ഞാൻ വട കൊടുത്ത് കൈസ് അവർക്ക്. ദോശ കൊള്ളാം കേട്ടോ, അടിപൊളി. നല്ല മുരിഞ്ഞ ദോശ. പൂരി എങ്ങനെയുണ്ട്? തിന്നാൻ തന്നെ അടിപൊളി എന്ന് പറഞ്ഞു. കൊള്ളാമോ പൂരി? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 311 രൂപയായി. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റാണ്. വയറ് നിറഞ്ഞു. യാത്ര തുടങ്ങുന്നു. ഇനിയും നമുക്ക് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പോകാനുണ്ട്. 1 മണി ആവുമായിരിക്കും ഏകദേശം അങ്ങെത്താനായിട്ട്. അത് കഴിയുമെങ്കിലേ ഉള്ളൂ. മാപ്പ് ഇട്ടിട്ടില്ല. മാപ്പ് ഇപ്പോഴിട്ട് ഇത്രയും മണിക്കൂർ വണ്ടി ഓടിക്കണമല്ലോ എന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പം ഒരുമാതിരി. അപ്പൊ കഴിഞ്ഞിടാം. അമ്പൂക്കല്ലേ? ഇനി ഉറങ്ങണം. എനിക്ക് എഡിറ്റിംഗ് ഉണ്ട്. ഓക്കെ, 2 പേരും ഉറങ്ങിക്കും. മൃദുല ഇന്നലെ കുറച്ചേ ഉറങ്ങിയുള്ളൂ. 1 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. ഇന്നലെ ഫുൾ നൈറ്റ് എഡിറ്റിംഗും വർക്ക് ഉണ്ടായിരുന്നു. അപ്പം സ്ലീപ്പ് വെല്ല്, ഞാൻ ഡ്രൈവ് വെല്ല്. ബൈ. ഗൈസ്, രാവിലെ 10 മണിക്ക് കയറിയ നമ്മൾ 4:15 കൊച്ചിയിലെത്തി. എന്ത് നമുക്ക് റോഡൊക്കെ ഇനി കൊല്ലത്തൂടൊക്കെ റെഡി ആയാൽ പെട്ടെന്ന് എത്തായിരിക്കും. ഇപ്പോഴും എറണാകുളം വരണമെങ്കിൽ ഒരു 5-6 മണിക്കൂർ ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കും. നമ്മളെത്തി. സെറ്റ് സലൂണില്ലേ? അലുവ നഗരസഭയുടെ നേരെ ഓപ്പോസിറ്റ്. എടാ, ഞാൻ ആദ്യമായിട്ടാ ഇത്രയും വലിയ സലൂൺ കാണുന്നേ. ഞാനേ സത്യം പറഞ്ഞാലേ ഈ കണ്ട് ഊടെടുക്ക് വഴി വന്നപ്പോ വിചാരിച്ചതേ ബുദാബിലെങ്ങാണ്ടാ മിക്കവാറും ഏട്ടന്റെ കൊല്ലും. സാധാരണ ഞാൻ കണ്ടുപിടിക്കുന്ന സലൂണെല്ലാം അത്യാവശ്യം ഫ്ലോ പവറാണ് പതിവ്. പക്ഷെ ഇത് കൊള്ളാം. തറ വിട്ടാ മതി കേട്ടോ, നിനക്ക് പാടില്ല. അല്ല, എനിക്ക് ഇവിടെ കിടക്കാം. വണ്ടിയെ കണ്ടോണ്ട് ഇവിടെ ഇരുന്നോളൂ. എന്തായാലും അവക്ക് എടുക്കാൻ ചെയ്യാനൊരു 3-4 മണിക്കൂർ. അടിപൊളിയാട്ടോ. എന്ത് പറഞ്ഞാലും ഇത്രയും പ്രതീക്ഷയില്ല. എന്തോ ഏരിയ നോക്കി. അറ്റ് എ ടൈം എത്ര പേർക്ക് ഹെയർ വാഷ് ചെയ്യാൻ തന്നെ ഒരു 8 എണ്ണം കാണും.
വണ്ടി ഓടിച്ച് വിരിഞ്ഞ് ഗൈസ്. കുറെ നാളെ ഇപ്പൊ ലോങ് ഡ്രൈവ് ചെയ്തിട്ട് ഇനി എത്താറായപ്പോ ഇച്ചിരി ഉറങ്ങി. ചെറുതായിട്ട് രണ്ടാമത്തെ മെട്രോ ആണ് ഗൈസ് പോകുന്നത്. അടിപൊളി. സത്യം പറഞ്ഞാലേ ഈ മെട്രോ കാണുമ്പോ എനിക്ക് എന്തോ ഓർമ്മ വരുന്നത് മന്തി കിട്ടും ഇവിടെ, തിന്ന് കണ്ടോണ്ടിരിക്കായിരുന്നു. ഇവിടെ കറക്റ്റ് ഒരു ഹോട്ടലാണ്. നിനക്ക് വിശക്കുന്നില്ല, രാത്രി തിന്നോളാന്നല്ല നീ പറഞ്ഞത്. ഞാൻ പറയാമെന്ന് പറഞ്ഞു കേട്ടിട്ട് ഈ മെട്രോ കാണുമ്പോ നീ എന്തോ ഓർമ്മ വരുന്നറിയോ? മുംബൈ അല്ല, പിന്നെ ഇരട്ട തലയുള്ള അട്ടയുണ്ടല്ലോ. അയ്യന്റെ മോനെ, അതായത് മുമ്പിലും ബാക്കിലും തലയുള്ള അട്ട. അതുപോലെ ഇല്ലേ ഗൈസ്? നിങ്ങൾ പറയൂ, അതുപോലെ ഇല്ലേ? ഇനി മെട്രോ പോകുമ്പോ ഏട്ടാ കാണിച്ചു നോക്കാം. അട്ടയാ? അതായത് ഫ്രണ്ടും ഒരുപോലെ ഇരിക്കും, ബാക്കും ഒരുപോലെ ഇരിക്കുക. രണ്ട് സൈഡും തലയുണ്ടല്ലോ. നീ ആ തലയൊന്നുകൊണ്ട് കഴിവ് പാതി അതിനകത്തുള്ളത് ഒളിച്ചു പോട്ട്. എന്നാ എന്റെ കൂടെ അതിന്റെ അമ്മച്ചി എന്തൊക്കെ മണ്ടത്തരോടാ പറയുന്ന അമ്പു. ഞങ്ങൾക്ക് ചുടക്കം കിട്ടി, ഞങ്ങള് കാറി ഇത് ബോറുണ്ട്. കാറിരുന്ന് മടുത്തമ്പു. ഇങ്ങോട്ടൊന്ന് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഞാനൊരു പഴംപൊരി വാങ്ങിച്ച് കുത്തിക്കയറ്റി കൊടുത്തത്. കുറച്ചു നേരം അതും കൂടി കഴിച്ചോണ്ടിരുന്നു. പിന്നെ അത് തീർന്നപ്പോ ചക്കവറ്റില് വാങ്ങി. അങ്ങനെ കടയിലൊക്കെ കേറി ഒരു നേരം കഴിഞ്ഞെത്തിയപ്പോ ഗ്ലാസ് ഇന്റെ മോനെ. അവള് ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല ഗൈസ്. പക്ഷെ അവള് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ കുരുപ്പിനെ നമുക്ക് മാനേജ് ചെയ്യുന്ന കാര്യമുള്ളൂ. ഇത് ഇപ്പോഴേ തുടങ്ങി കേട്ടോ. ഈ സൈഡിൽ നിന്ന് ഇതൊക്കെ വലിച്ചിടുവാണ്. എങ്ങനെ പോലെ ട്രീറ്റ്മെന്റ് ഒരു 4-5 മണിക്കൂറിന് മേളം എടുക്കും. പക്ഷെ അതുവരെ എവനെ ഞാൻ എടാ കോപ്പറേറ്റ് ചെയ്യണോ അമ്പു, നീ കോപ്പറേറ്റ് കേട്ടോ. വലിച്ച് തുടരുത്. നോ 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 പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല. ഇപ്പൊ കരയില്ല, അമ്പൂട്ട കരയുന്നല്ലേ. ഇത്രയും ഡാമേജിലാണെന്ന് പറയുന്നത്. ഇവൻ നിന്നെ എല്ലാം ചെയ്യാൻ സമ്മതിക്കും കേട്ടോ. എന്തൊരു നിർബന്ധമോ ഇപ്പം മാനേജ് ചെയ്യും. ഇങ്ങനെ നോൺ സ്റ്റോപ്പ് കരച്ചിട്ടാണെങ്കിൽ പാടാ. തൊടുന്നതോ എന്റെ ഹെയറിലാരും തൊടുന്നതൊന്നും ഇഷ്ടമല്ല. ഇത് കണ്ടുകൊണ്ടിരുന്നുള്ള പ്രശ്നമില്ല. ഇല്ലെങ്കിൽ പാടാ. അല്ലെങ്കിൽ ഇവരൊക്കെ എണീറ്റ് ഓടേണ്ടി വരും. ഹെയർ കട്ട് ചെയ്യല്ലേ ഇപ്പം? അത്രയും കെട്ടി അവര് പറഞ്ഞിട്ട് കളർ നല്ല ഹെയർ ഫാൾ ഉണ്ട്. ഹെയർ ഗ്രോത്തും ഉണ്ട്, ഹെയർ ഫാളും ഉണ്ട്. അതുകൊണ്ടാണ് വലിയ വ്യത്യാസം അറിയാത്ത. അത്യാവശ്യം ഡാമേജ് ആയി ഹെയർ കുറെ. അതുപോലെ കളർ ഇത് വലിച്ചു ഊരാൻ നോക്കുന്നു. ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണേ. അമ്പൂട്ടിനെ ഉറക്കാൻ മാക്സിമം നോക്കിയാവും. ഭയങ്കര നിർബന്ധമാണ് ഏട്ടൻ. അതുകൊണ്ട് അവിടെ കേട്ടോ എന്റെ ഹെയർ കട്ട് ചെയ്ത് എന്ന്. എനിക്ക് ലോങ് ഹെയർ ഇഷ്ടമായതുകൊണ്ട് കട്ട് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഷോർട്ട് ഹെയർ ഒക്കെ ആക്കുന്ന അവസ്ഥ ഇഷ്ടമൊക്കെ. സത്യം പറഞ്ഞാൽ ഹെയർ കട്ട് ചെയ്യാൻ ഒരു ധൈര്യം വേണം കേട്ടോ. എനിക്കതില്ല. ഇത് കട്ട് ചെയ്തിട്ട് നമ്മള് നാനോപ്ലാസ്റ്റി ആണ് എന്റെ ഹെയർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. അപ്പൊ നാനോപ്ലാസ്റ്റി ചെയ്തിട്ട് പിന്നെ കുറച്ച് അറ്റകുറ്റപ്പണികളൂടെ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് പറഞ്ഞപ്പോ തീർന്നു. പക്ഷെ ഇതൊരു 4-5 മണിക്കൂർ വരുന്ന പ്രോസസ്സാ. അതിന്റെ ഇടയ്ക്ക് ഏട്ടന് ഫേഷ്യൽ ഉണ്ട്. അപ്പം ഇതൊക്കെ തേച്ച് വെച്ചിട്ട് ഇനി അങ്ങോട്ട് പോകണം. കട്ട് ചെയ്ത് വന്നപ്പോ ഒരുപാട് ഷോർട്ടായി പോയോ എന്നൊരു പേടി. ഓക്കെ, മൊത്തം ഹെയർ ആട്ടോ ഇത്രയും ലിങ്കില് ഒരുപാട് ഷോർട്ടായി പോയോ. എന്റെ മനസ്സിൽ ഇങ്ങനെ ലെയർ ആയിട്ടങ്ങ് ഉള്ള നീളം വെച്ച് ലെയർ ആയിരുന്നു. പക്ഷെ അവര് പറഞ്ഞ ഫുൾ ഡാമേജ്ഡ് ആണ്. അന്ന് കളർ ചെയ്തത് ഇപ്പോഴും എന്റെ ഹെയറിൽ അതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെട്ടി ഈ പറഞ്ഞു ആ പഴം പറഞ്ഞിട്ട് ഇനിയും ഉണ്ട് ഡാമേജ്ഡ് ഹെയറിന്. ഒരുപാട് ഷോർട്ടായി പോയോ. ഏട്ടാ കണ്ടാ വഴക്ക് പറയുമ്പോ മുടിയൊക്കെ വെട്ടിയോ? മുടി വെട്ടാനല്ലേ വന്നത്. ഞാൻ ഇഞ്ചൊക്കെ ചെയ്ത് എന്ത് അടിപൊളിയായിട്ട് വന്നത് നോക്കി. ഇപ്പോഴത്തെ കോലം നോക്കിക്കേ.
ഞാൻ എന്തിനാ ഇപ്പഴേ മനസ്സിലായി ഈ സാരി കൊടുത്തിട്ട് എവിടെയെങ്കിലും പോകുമ്പോ കോലാവും. വിഷമം മനസ്സിലായില്ലേ? ആ ഒരു വിഷമം. ഈ ചെറുക്കം ഉറങ്ങത്തുമില്ല. എന്താ ഇവിടെ ഹൈഫൈ അടിക്കൂടി ഇപ്പം. ഹൈഫൈ ഹൈഫൈ ഒരു കൈ വെച്ചടി. ഹൈഫൈ ഒരു കാര്യം അടിക്കൂടി. എനിക്കിനി 1 മണിക്കൂർ റെസ്റ്റിംഗ് ടൈം ഉണ്ട്. ആ സമയത്ത് ഏട്ടൻ പോയി ഫേഷ്യൽ ചെയ്തോ, ഞാൻ മാനേജ് ചെയ്തോളാം. ചൊറിച്ചില്ല കേട്ടോ, തല ക്രീം തേച്ചണ്ടേ, ചൊറിയുന്നു. പിടിച്ച് വലിക്കായിരുന്നാ മതി. അത് വലിക്കവേ അവനതൊന്നും ഇഷ്ടമല്ല. എന്റെ സോക്സ് ഒക്കെ എന്തോ കിടക്കുന്ന അപ്പൊ ഉറങ്ങത്തൊന്നും ഇല്ലടി, ചുമ്മാ തേരപ്പര അത് വഴി നടക്കും. ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഗൈസ് അവള് പോയി. അമ്പു എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. ലാസ്റ്റ് രക്ഷയിൽ ഉറക്കാൻ നോക്കി പഠിച്ചപടി 18 നോക്കി ഉറങ്ങിയില്ല. നമ്മളത് സ്പാ ചെയ്യുന്ന സ്പായോ എന്തോ ചെയ്യുന്ന റൂമാണ് നമുക്ക് തന്നിരിക്കുക കേട്ടോ. അമ്പുവിനെ ഉറക്കണം എന്നാണ് എൻ്റെ ലക്ഷ്യം. ഇനി അവൻ ഒട്ടും സഹകരിക്കുന്നില്ല. ഇപ്പം ഇതൊരു കരച്ചാരെന്ന് പറയുമ്പോൾ ഇപ്പോഴാണൊന്ന് ചിരിക്കണം. പുതിയ മ്യൂസിക് കണ്ടുപിടിച്ചോണ്ട് ചിരിച്ചത്. നീ കാണുന്ന അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നീ കുറച്ച് സഹകരിക്കണ്ടേ? നീ വലിയ കൊച്ചായില്ലേ? വിധത്തിൽ കിടന്ന് കൈസ് കിടക്കത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. അയ്യോ എന്തോ ഈ കളിയിലൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തൊരു കരച്ചിലായിരുന്നു അറിയോ, ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പോഴാണ് ചെയ്തിരിക്കുന്നത്. പൊണ്ണ് ഒന്ന് ഉടങ്ങാമോ പ്ലീസ്? ഒന്ന് ഉടങ്ങാമോ പ്ലീസ്? ഒന്ന് ഉടങ്ങാമോ? ഒന്ന് ഉടങ്ങാമോ കൊച്ചിന്? ഒന്ന് ഉറങ്ങാമോ? മൃദുലയുടെ മുടിയൊക്കെ ഇവിടെ മുറിച്ചെന്ന് പറഞ്ഞു കേട്ടോ. വാട്സപ്പിൽ ചാറ്റ് ചെയ്യേണ്ട അവസ്ഥ. ഇനി തൊട്ട് കുഞ്ഞുങ്ങളുള്ളിടത്ത് സലൂണിൽ നമ്മൾ ഹസ്ബൻഡും കൂടി പോകുമ്പോൾ ഒരു റൂം എടുക്കുന്നത് നന്നായിരിക്കും. ദേ ഇങ്ങനെ കിടക്കാം, പാട്ടൊക്കെ പാടി മടക്കുമ്പിനെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അത് കിടന്ന് വായി വെക്കാതെ ചി 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 ചി. ഹേ ഗൈസ്, അപ്പോൾ മൃദുല ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. തിരിയാം. ഭയങ്കരമായിട്ട് ഷോർട്ടായ കേട്ടോ, നല്ല രീതിക്ക് ഷോർട്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട്. രസമുണ്ട് കാണാൻ. പിന്നെ മുഖം ഇച്ചിരി ഒരു വണ്ണം വെച്ചാണ് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ കാണും സുഹൃത്തുക്കളെ. 3, 2, 1 ഗോ. അപ്പോ ഇതാണ് ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ഷോർട്ടായി ഗൈസ്. അപ്പൊ നിങ്ങൾ എങ്ങനെയുണ്ടോ താഴെ കമന്റ് ചെയ്യട്ടോ. പക്ഷെ ഞാനും പുള്ളി പിടിച്ചപ്പോഴേ ഇത്തിരി പിടിച്ചോളൂ, പക്ഷെ ചെയ്തു വന്നപ്പോ ഒരുപാട് ഷോർട്ടാണ്. നിനക്ക് ഇതിന് മുമ്പ് എത്ര വരെ മുടി ഉണ്ടായിരുന്നു? എനിക്ക് കണ്ടിങ്ങനെ നിൽക്കുമ്പോ ഇവിടെ വരെ ഉണ്ടായിരുന്നു. അയ്യോ, പിന്നെ തുമ്പ് ഭയങ്കര കോലായിട്ട് കിടക്കുമായിരുന്നു. ആ പക്ഷെ എന്നാലും ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ഷോർട്ടായി. ഡാമേജ് ഹെയർ എന്ന് പറഞ്ഞ് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു. എല്ലാരും ചെയ്യും ബാക്കിലോട്ട് ഇങ്ങനെ യു ആക്കും. ഞാൻ യു ആക്കിയില്ല, ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഇവിടെ ഫുള്ള് സ്ട്രെയിറ്റ് ആക്കി. പക്ഷെ യു ആക്കുമ്പോ കുറച്ചുകൂടി രസമായിരുന്നില്ലേ? ഇത് വളരുമ്പോ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വളരട്ടെ, കുറച്ചുകൂടി ഇറക്കം വന്നിട്ട് യു വെട്ടാം. യു വെട്ടാം. ഇത് യു വെട്ടേ ഞങ്ങൾക്കറിയാം. മുഖത്ത് ഇപ്പൊ നല്ല വണ്ണം, ഇച്ചിരി ഒരു വണ്ണം തോന്നിക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യുമ്പോ വണ്ണം ഫീൽ ചെയ്യും. 2 ദിവസം കഴിയുമ്പോ അത് കണ്ട് ശീലമായിക്കോളും. അപ്പം ഗൈസ് ഇതാണ് ഫൈനൽ ലുക്ക്. അടിപൊളി.
ഞാനും ഒന്ന് മുടിയൊക്കെ കിട്ടി കേട്ടോ, മുടിയൊക്കെ വെട്ടി ഫേഷ്യലൊക്കെ ചെയ്ത് സെറ്റായി. നമ്മള് ലക്ഷദ്വീപം പോയിട്ട് ഒന്നും ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ലായിരുന്നു. ടാനൊക്കെ അടിച്ചാക്കിയത്, സ്പാ മാത്രം ചെയ്തു. ഇവിടുത്തെ സർവീസ് പറയാതിരിക്കാൻ കേട്ടോ. ട്രൈബ് സെലൂൺ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ആംബിയൻസ് അടിപൊളിയാണ്. ഞാൻ ഇത്രയും വലിയ അമ്പോട്ടാ കോപ്പറേറ്റ് എനിക്ക് താങ്ക് പറ അമ്പു. എനിവേ അടിപൊളി. ഇത്ര ദൂരം കൊണ്ടുവന്ന് അപ്പൊ സമയം എത്ര മണിയായെന്നുണ്ടോ? രാവിലെ നമ്മള് 10 മണിക്ക് അവിടെ നിന്ന് കയറിയതാ. ഇപ്പൊ ടൈം 10:15. 10:15. രാവിലെ നമ്മൾ ആ ചട്ടിമാവിയെ കയറി ഒരു ദോശ കഴിച്ചതാ. ഇത്ര നേരം വരെ ഒരു വക കഴിച്ചിട്ടില്ല എന്നുള്ളതാ. എന്തോ വേണം പപ്പു അമ്പോ? ഉറങ്ങിയിട്ടില്ല. ഇനി വേണം ഉറക്കാൻ, ഫുഡ് കഴിക്കാൻ ഇറങ്ങാം. മുടിയൊക്കെ ചെയ്ത് ഈ വന്നിരിക്കുന്ന എനിക്ക് വയ്യ. നമ്മള് പാതിര കോഴി എന്നൊക്കെ വിളിച്ച് കളിയാക്കത്തേ ഉള്ളൂ. നമ്മള് പാതിര കോഴി എന്ന് പറഞ്ഞൊരു ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറന്റ് ഇരിക്കുക. ഭയങ്കര തിരക്ക്. എന്റെ പൊന്ന് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. എന്റെ താക്കോല് ഇവിടെ താക്കോല് അമ്പ ഭയങ്കര കുരുത്തക്കടാ. പിന്നെ മേക്കപ്പ് പറ്റണില്ല. പക്ഷെ ഞങ്ങൾ കേൾക്കും. കണ്ണി ലെൻസ് മുടിയൊക്കെ വെട്ടി എനിക്ക് ആരടാ ഇവള്? ഞാൻ പഴയ മൃദുല തന്നെ. അയ്യോ അല്ലോ, പക്ഷെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടാ മുടി. അതുപോലെ കാറ്റത്ത് പെയ്ഡ് ആക്ടർ ഫാൻ. എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടായി. ഇപ്പൊ ഒരു വൃത്തിയുണ്ട്. പക്ഷെ അങ്ങനല്ല, നേരത്തെ വൃത്തി നേരത്തെ ഒരു അലമ്പ് ഫേസ് ആയിരുന്നു. ഒരു മുടിയൊക്കെ ആയിട്ട് ഇപ്പൊ നല്ലൊരു മെനയുണ്ട് കാണാൻ. കൊള്ളാം അല്ലേ ഗൈസ്? നിങ്ങൾ പറ. ഒരു മെനയുണ്ട്. നല്ല രസമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് ഇരുന്ന് അങ്ങ് പൊക്കുക. ഇത് കണ്ടോ? ഇങ്ങനെ വെട്ടിയിട്ട് വന്നിട്ടുണ്ട് ചേട്ടൻ. മാത്രം ഒന്നുമില്ല. അവന് കുറച്ച് കുരുത്തക്കേട്. അവിടുത്തെ അവിടെ മറ്റേ ഈ ലോറിയലിന്റെ ഷാമ്പു അവരുടെ സെറോ കൊണ്ടുവരാം. അത് മൊത്തം ആലുമ്പി മാറി. എനിക്ക് അറിയത്തില്ല, അവിടെ ഒരു ഇല്ലാത്തൊരു ലഹള ഉണ്ടാക്കി. കുറെ നേരം അവരൊക്കെ എടുത്തോണ്ട് നടന്നു. പിന്നെ എടുത്തോണ്ട് നടന്നു. ഏട്ടൻ പോയ സമയത്ത് അവരെ എടുത്തോണ്ട് നടന്നു. അങ്ങനെ നമ്മളത് റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. സത്യം ക്ഷീണിച്ചു കേട്ടോ, ആവശ്യമായി പോയി. അതുകൊണ്ട് ഈ കിടക്കുന്ന ഈ ഇച്ചിരി പോയ സാധനം ഉണ്ടല്ലോ, ഇനി ആന കുത്തിയ ഉണരൂല. സത്യം. ഇനി സത്യം മാത്രമേ പറയുള്ളൂ. വേറൊന്നും പറയാൻ പയ്യല്ലേ. എങ്ങനെയാലും കിടന്നൊന്ന് ഉറങ്ങണം. ഇന്നെന്റെ കൈയൊക്കെ കുഞ്ഞിനെ എടുത്ത് കൈ അടിച്ചൊന്ന് പറഞ്ഞുകൂടാ. പക്ഷെ എന്നാൽ പോലും എടുത്തോണ്ട് നടന്ന രാവിലെ എടുത്ത് തുടങ്ങിയല്ലേ. എനിക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ട്. പണ്ടത്തെ റീൽ എനിക്ക് ഓർമ്മ വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് ഇത്രയും ഷോർട്ടാക്കിയത്. സങ്കടമുണ്ടോ? നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. വീഡിയോ കൊള്ളാമോ? വീഡിയോ കാണാൻ എങ്ങനെ ഉണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ട്. ഏട്ടനും പറഞ്ഞു ഇത്ര ഷോർട്ടാക്കാൻ. പക്ഷെ ഇത്ര ആവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കിത് കുഴപ്പമൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. ഇനി ഇവരൊക്കെ പറയട്ടെ എന്തുണ്ടെന്നില്ലേ ഗായ്സ്, നിങ്ങൾ പറയും. മുടി എത്ര ആയാലും ഉണ്ടല്ലോ വെട്ടുമ്പോ ഒരു സങ്കടമാ. പിന്നെ നമ്മൾ ആലോചിക്കും, അയ്യോ ഇനി ഇത് ഒട്ടിച്ചു വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് ആലോചിക്കും. വെട്ടിക്കളായിരുന്നു അങ്ങനെയൊക്കെ ആലോചിക്കും. നിങ്ങൾക്കറിയാലോ ഞാൻ പൊഴിഞ്ഞു പോകുന്ന മുടി വരെ എടുത്ത് ഒട്ടിച്ചു വെക്കുന്ന ആളാ. നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂം കേട്ടോ. നല്ല സ്പേസ് ഉള്ള. ഇവിടെ നമുക്ക് ഇരിക്കാൻ ഒരു ചെയർ ഉണ്ട്. നോക്ക് സ്പേസ് നോക്ക് റൂമിന്റെ. സോറി കേട്ടോ, സോറി. അങ്ങോട്ട് മാറ്റി വെക്കല്ലേ, ഒതുക്കി വെക്കണ്ട ഇതൊക്കെ. ഒതുക്കി. ഇതാ നല്ല സ്പേസ് ഉള്ള റൂം കേട്ടോ, അടിപൊളി. അതെ ഇവിടെ നോക്കണേ. എനിക്ക് ഇവിടുത്തെ സ്പേസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ കബോർഡ്, ഇവിടെ ഒരു സ്പേസ്, ഇവിടെ അടിപൊളി ഒരു മിറർ, അടിപൊളി ഒരു ബാത്റൂം. നല്ല റൂം കേട്ടോ. നമുക്കിനി മൃദുലയുടെ മുടി അളമ്പാകാം. മൃദുലിന് ഒരാഴ്ചത്തേക്ക് കുളിക്കത്തില്ല. ഒരാഴ്ചയില്ല, 2-3 ദിവസത്തേക്കാ. ഞാൻ നിന്റെ മുഖത്ത് ചന്ദനം വരത്തേക്കും അല്ലെ മഞ്ഞൾ വരത്തേക്കും. പണ്ടേ ഞാൻ ആദ്യമായിട്ടൊക്കെ സ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ അനങ്ങൂല. ഇത് റോബോട്ടോ? അരങ്ങായിരിക്കാൻ റോബോട്ടോ ക്ലിപ്പ് കുത്തിക്കൂടാ മടങ്ങുന്നു. അതുപോലെ കൈ കയറി പിടിച്ചിങ്ങനെ ഒരു ചെറുക്കന്റെ കൈ കയറി പിടിക്കുന്ന എനിക്ക് ആരുടെ അധികാരം തന്നത്? എവിടത്തെ ചെറുക്കനാ തന്തേ? എടുത്തള്ള നിന്റെ മുടിയായി സെറ്റപ്പ് ആകും. ഞാൻ തൊട്ടോട്ട് മുടിയല്ലേ? ഇവിടെ മുടിയിലും തൊട്ട്. ഇത് തൊട്ടോട്ട്, ഇത് തൊട്ടോട്ട്. നിനക്ക് മുടിയാണോ ഞാനാണോ അവരത്? ഇപ്പൊ മുടിയായത് മുടി ചെയ്തോണ്ട് ഇപ്പൊ മുടിയാ വീഴുന്നത്.
അപ്പൊ ഗൈസ് നമ്മുടെ ഈ ഒരു വ്ളോഗും കൂടെ വൈൻഡപ്പ് ചെയ്യണമെന്ന് ഉറങ്ങട്ടെ. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ നാളെ കാണാം ഇല്ലേ? അപ്പം ബൈ ആൻഡ് ലവ് യു. ബൈ.